ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാസൻ വന്നിട്ട് ഭീഷണിപ്പെടുത്തുമ്പോൾ വിക്രം അയാളോട് തട്ടിക്കയറുന്നുണ്ട്. മാത്രമല്ല അയാളെ ഷർട്ടിന് പിടിച്ച് അയാൾ അടിക്കാനൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ മാഷും വേദയൊക്കെ വന്ന് തടയുന്നുണ്ട്, ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. പിന്നെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ വീണ്ടും ഒരു പ്രതികാരം അതിന് വേണ്ടാന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ വേദ വന്നിട്ട് വിക്രമിൻ്റെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. വീടിടി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയായിട്ട് വിടാനല്ലേ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് വേദ കൈ വിടുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വേദനയും നമ്മളെ നന്ദിനിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ശരിക്കും ഇവിടെ കാണുന്ന വിക്രമല്ല, ശരിക്കുള്ള വിക്രം വേറെ വിക്രമാണെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും അതൊക്കെ ആവുന്നുണ്ട്. പിന്നീട് വിക്രം നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്. വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ അനിയൻകുട്ടൻ പറയുന്നുണ്ട്, ആദ്യമൊക്കെ ദേഷ്യം കൊണ്ടുള്ള ഒരു അകൽച്ച തന്നെയായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, ഇപ്പോൾ സ്നേഹം കൊണ്ടുള്ളൊരു ദേഷ്യപ്പെടലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ വിക്രം എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ നോക്കുമ്പോൾ വിക്രത്തിൻ്റെ മുഖത്ത് ഒരു നാണത്തോട് കൂടിയിട്ടുള്ള ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് വേദയോട് വിക്രത്തിൻ്റെ ആ ഒരു മനസ്സിലുള്ള ഒരു ദേഷ്യവും ഇതൊക്കെ മാറി എന്നുള്ള കാര്യം. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ നടന്ന സംഭവങ്ങൾ, വിക്രത്തിൻ്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ശ്രീകാന്ത് വന്നിട്ട് മുത്തശ്ശിനോടും ശങ്കരനാരായണനോടും പത്മത്തിനോടൊക്കെ പറയാനത് കേട്ടിട്ട് അവരാകെ ഞെട്ടിദ്ധരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് സംശയം ഉണ്ടെന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. അതിനുശേഷം ദീപ്തിയും പത്മവും മുത്തശ്ശിയൊക്കെ കൂടിയിട്ട് നമ്മുടെ വേദന കാണാനായിട്ട് വീട്ടിലേക്ക് വരികയാണ് വിക്രത്തിൻ്റെ. അപ്പോൾ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പത്മ ആണെന്നുണ്ടെങ്കിൽ കമലിനെ മാറ്റി നിർത്തി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കാരണം പത്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ വേദന ഈ വീട്ടിൽ നിന്ന് പടിയിറക്കി തരണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമലാമ്മനെ മാറ്റി നിർത്തി സംസാരിക്കുന്നൊക്കെയുണ്ട്. ഇത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.